ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇത് നമുക്ക് ഓമയ്ക്ക അഥവാ പപ്പായ മെഴുക്കുവരട്ടി എങ്ങനെ വെക്കാൻ നോക്കാം. എന്നും നമ്മൾ തോരനൊക്കെ അല്ലേ വെക്കുന്ന, ഒരു വെറൈറ്റിക്ക് നമുക്ക് മെഴുക്കുവരട്ടി വെക്കാം. അതിനുവേണ്ടി ഒരു ചെറിയൊരു ഓമയ്ക്കാണ് എടുത്തിരിക്കുന്നത്. അത് നമ്മൾ മെഴുക്കുവരട്ടിക്ക് അരിയുന്നത് പോലെ നീളത്തിൽ അരിഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുക്കാം. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ. ഇതിലേക്ക് സ്വല്പം മഞ്ഞൾപ്പൊടിയും ഉപ്പും കുറച്ച് വെള്ളവും ചേർത്ത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. വേവിക്കുമ്പോൾ ഒരുപാട് വെന്ത് പോകാതെ നോക്കണം. അതിനുശേഷം ഒരു മീഡിയം സൈസ് സവാള, 3-4 അല്ലി വെളുത്തുള്ളി, 2 പച്ചമുളക്, കറിവേപ്പില, അതുപോലെ തന്നെ ആവശ്യമായിട്ടുള്ള പൊടികൾ എല്ലാം നമുക്ക് എടുത്ത് വെക്കാം. 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 സ്പൂൺ കുരുമുളക് പൊടി, 1/4 സ്പൂൺ ഗരം മസാല. ഇത്രയും പൊടികളാണ് നമുക്ക് വേണ്ടത്. പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണയൊഴിച്ച് അതിലേക്ക് നമുക്ക് കടുവിട്ട് ഒന്ന് പൊട്ടിക്കാം. കടുക് പൊട്ടി വരുമ്പോൾ അതിലേക്ക് പച്ചമുളക്, കറിവേപ്പില, വെളുത്തുള്ളി, സവാള അതൊക്കെ ഇട്ടൊന്ന് വഴറ്റി നമുക്ക് എടുക്കാവുന്നതാണ്. ഒന്ന് വഴന്ന് വരുമ്പോൾ അതിലേക്ക് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല. ഇതെല്ലാം ഇട്ട് ഒന്നുകൂടെ ഒന്ന് ചൂടാക്കിയെടുക്കാം. അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ പപ്പായയും കൂടെ എടുത്തിടാം. പപ്പായ എടുത്തിട്ട് ഇട്ടതിന് ശേഷം വീണ്ടും ഒന്നുകൂടെ നമുക്കൊന്ന് ഇളക്കി ഒന്നുകൂടെ ഒന്ന് ചൂടാക്കാം. അതിനുശേഷം നമുക്ക് കഴിച്ച് നോക്കാവുന്നതാണ്. അടിപൊളി ടേസ്റ്റോട് കൂടിയ നമ്മുടെ പപ്പായ മെഴുക്കുവരട്ടി ഇവിടെ റെഡിയായി. വേറെ ഒരു കറി ഇല്ലെങ്കിൽ നമുക്ക് ഈ പപ്പായ മെഴുക്കുവരട്ടി മാത്രം